BYD ഒരു ബാറ്ററി കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ EV പവർ ഹൗസസിൽ ഒന്നായി മാറിയ കഥ. വെൽക്കം ടു 100 ഡേയ്സ് 100 വീൽസ് ഡേ 9. 1995 ചൈനയിലെ ഷെൻസനിൽ വാങ് ഷാങ്ഫു എന്ന യുവ കെമിക്കൽ എഞ്ചിനീയർ ഒരു ചെറിയ ബാറ്ററി കമ്പനി തുടങ്ങിയത്. പേര് BYD. അന്ന് BYDയുടെ ലക്ഷ്യം കാറുകളായിരുന്നില്ല. റീചാർജബിൾ ബാറ്ററീസ് നിർമ്മിച്ച് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ വമ്പൻ കമ്പനികളോട് മത്സരിക്കുകയായിരുന്നു. എന്നാൽ വാങ് ഷാങ്ഫുവിന് വലിയ ലക്ഷ്യങ്ങളായിരുന്നു. ബാറ്ററി ടെക്നോളജിയെ സ്വന്തം ശക്തിയാക്കി മാറ്റുക എന്നുള്ളത്. 2003 BYD ഓട്ടോമോട്ടീവ് രംഗത്തേക്ക് കടന്നു വന്നു. ഒരു ട്രഡീഷണൽ കാർ മാനുഫാക്ചറിനെ ഏറ്റെടുത്ത് സ്വന്തം വാഹനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. പിന്നീട് നടന്നതെല്ലാം ഒരു റെവല്യൂഷൻ എന്ന് തന്നെ പറയാം. ഐസിൽ നിന്നും EVയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. BYD ഇന്ത്യയിൽ എത്തുന്നത് 2007 BYD ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്ന പേരിൽ. BYD EV പ്രയാണം തുടങ്ങിയത് 2013 ചെന്നൈ പ്ലാന്റിൽ നിന്നും EV ബസ് നിർമ്മിച്ചാണ്. BYD അതിനെ ക്ലെയിം ചെയ്യുന്നത് ഫസ്റ്റ് പ്യുവർ ഇലക്ട്രിക് ബസ് എന്നാണ്. E6 എന്ന മോഡലിലൂടെയാണ് BYD ആദ്യം ലൈറ്റ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് വരുന്നത്. ഇനിഷ്യലി അവർ ഇന്ത്യൻ B2B അഥവാ ഫ്ലീറ്റ് മാർക്കറ്റിനെയാണ് ടാർഗറ്റ് ചെയ്തത്. 2022 ആയപ്പോൾ അതും സംഭവിച്ചു. BYD ഒഫീഷ്യലി അവരുടെ ഫസ്റ്റ് പാസഞ്ചർ കാർ ലോഞ്ച് ചെയ്തു, ആറ്റോ 3. ഇന്ന് ഏറ്റവും സുരക്ഷിതവും എഫിഷ്യൻറ്റുമായിട്ടുള്ള ബാറ്ററി നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് BYD. ബ്ലേഡ് ടെക്നോളജിയിലൂടെ. ഈ ബ്ലേഡ് ടെക്നോളജിയാണ് പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം അക്രോസ് ദ ഗ്ലോബ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് BYD എന്ന ബ്രാൻഡ് ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ട് ഇടുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.